എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ആത്മവിശ്വാസം. ഇത് കൊള്ളാം, ഞാൻ എൻ്റെ പ്രസംഗം. അച്ഛന്മാർ പറഞ്ഞു, അച്ഛാ ഇതൊക്കെയാണ് ഇവിടെ പ്രസംഗിക്കേണ്ടത്, അച്ഛൻ ഇത്രയും പറഞ്ഞാൽ പോരാ, അച്ഛൻ കുറച്ചും കൂടെ പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങോട്ട് എരിപിരി കയറ്റി. ഞാൻ പറഞ്ഞു, അടുത്ത തവണയാവട്ടെ, നമുക്ക് ശരിയാക്കാം. വന്ന് അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് പോരുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്നറിയോ, എൻ്റെ പ്രസംഗം ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ പ്രസംഗം അച്ഛന് ഇഷ്ടപ്പെട്ടു. അതൊരു ശനിയാഴ്ചയാണേ. പിറ്റേ ദിവസം ഞായറാഴ്ച മറ്റൊരു പള്ളിയിൽ രാവിലെ തിരുനാളിന് പ്രസംഗം. ഒരു പുത്തൻ പള്ളിയാണ്, നല്ല ജനം. അപ്പോൾ നമ്മൾ ചെന്നിരിക്കുന്ന എന്ത് ഇമ്പാക്റ്റിലാണ്. തലേ ദിവസം അവിടുത്തെ വികാരി അച്ഛനൊക്കെ പറഞ്ഞിരിക്കുകയാണ്, അച്ഛൻ്റെ പ്രസംഗം എന്നാ പ്രസംഗ, അച്ഛൻ കുറേ സമയം പ്രസംഗിക്കണം, എൻ്റെ പ്രസംഗം, എൻ്റെ കഴിവ്, ഞാൻ ദേ കുർബാനയ്ക്കിടയ്ക്ക് പ്രസംഗിക്കാം. മുമ്പോട്ട് നോക്കിയപ്പോൾ പരിചിതമായ അനേക മുഖങ്ങൾ. ഞാൻ നല്ല ആവേശത്തിൽ പ്രസംഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്ന ദയനീയമായ കാഴ്ച, കൊച്ചച്ഛൻ ഒരു കുറിപ്പുമായിട്ട് എൻ്റെ അടുക്ക വന്ന് വെച്ചിട്ട് പറഞ്ഞു, എഴുതി വെച്ചിരിക്കുന്നു, സമയം തീർന്നു. സാധാരണഗതിയിൽ ഈ കുറിപ്പ് കൊണ്ടുവന്നിട്ട് നമ്മുടെ അടുക്ക വെച്ചിട്ട് അച്ഛൻ പോകത്തില്ലേ, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആൾ പോകത്തില്ലേ? ഇത് പോകുന്നുമില്ല. എൻ്റെ അടുക്ക ഈ കൊച്ചച്ഛൻ നിൽക്കുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛാ ഒന്ന് നിർത്തിപ്പോകാവോ, ഞങ്ങൾക്ക് ഇനി ഇവിടെ വേറെ പ്രോഗ്രാം ഉണ്ടെന്നുള്ളതാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ തലയ്ക്കകത്തേതാ തലേ ദിവസത്തെ ഇമ്പാക്റ്റ് കിടക്കുമല്ലേ, എൻ്റെ പ്രസംഗം. അപ്പൊ ഈ അച്ഛൻ നിൽക്കുന്നത് കണ്ട് ഇനി മുമ്പോട്ട് പോകാൻ വഴിയില്ല എന്ന് മനസ്സിലായി. കുറേ സമയം പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ തലേ ദിവസത്തെ ഞാൻ ആൾത്താരയിൽ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് സമയം കഴിഞ്ഞു ഒന്ന് പോയി തരാവോ എന്നുള്ള ഒരു അവസ്ഥയിൽ ഇറങ്ങിപ്പോരുന്നത്. സങ്കീർത്തിയിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത. ഷേടാ, ഇത് ശരിയായില്ലല്ലോ, ഇന്നലെ ശരിയായിരുന്നല്ലോ, ഇന്നങ്ങോട്ട് ശരിയായില്ലല്ലോ, ഇത്ര സമയം പ്രസംഗിച്ചത് മോശമായിപ്പോയി, അല്ലെങ്കിൽ തന്നെ നാണം കെട്ട് പോകേണ്ടി വന്നല്ലോ. ഞാനിങ്ങോട്ട് തിരിച്ചു പോരേണ്ടി വന്നപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുന്നു, എങ്ങനെയുണ്ടപ്പോൾ നീ നിന്നെ തന്നെ ആശ്രയിച്ചപ്പോൾ ഇപ്പൊ എന്തായി? ഞാൻ ഒന്നുമില്ലെന്ന്, ദൈവം തന്നില്ലെങ്കിൽ ഒന്നുമില്ലെന്ന്. നിന്നെ നിലനിർത്തുന്നതും നിന്റെ ജീവിതത്തിൽ ഓരോ വഴികളിലൂടെ നടത്തുന്നതും തമ്പുരാൻ കർത്താവാണെന്ന് എപ്പോൾ മറന്നോ അപ്പോൾ ഓർത്തോണം, തട്ട് കിട്ടും, നാണം കെടും. ഞാൻ പഠിച്ച പാടാണ്, ഈ അടുത്ത ദിവസം പഠിച്ച പാഠം. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഗുണം ചെയ്യും. നമ്മിൽ ആശ്രയിക്കും തോറും നമ്മൾ വീഴും. നമ്മൾ ഒന്നുമില്ല, ദൈവം തരാതെ നമുക്കൊന്നുമില്ല. ഹല്ലേലൂയ.